എന്നെ നീ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ വരികയാണോ? പിന്നെ അമ്മ എവിടെയുണ്ടെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഞാൻ നിന്റെ അമ്മയെ അങ്ങ് പുഴുങ്ങി തിന്നു. നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ നിന്റെ പോലീസുകാരുമായിട്ട് ഗോപാലകൃഷ്ണൻ വരട്ടാൻ നോക്കിയല്ലോ. എന്നിട്ട് എന്തായി? ഇനി നീ ആരെയാ വിളിക്കാൻ പോകുന്നത്? ക്രൈംബ്രാഞ്ചിനെയോ അതോ CBIയോ? എങ്കിൽ കൊണ്ടുപോടി ഇങ്ങോട്ട്. ഗോപാലകൃഷ്ണൻ എന്തു നേരിടാൻ തയ്യാറായി തന്നെയാ നിൽക്കുന്നത്. അറിയാം. അങ്ങനെ ഒരു ധൈര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളെ ആരെയും അറിയിക്കാതെ അമ്മയും കൊണ്ട് അച്ഛൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും പറയാതെ പോയത്. നീയൊക്കെ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ധരിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കുകയില്ല. നോക്ക്, എനിക്കൊരു സത്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന സത്യം. അതെന്നെ അവിശ്വസിക്കാത്ത കാലത്തോളം എനിക്കൊരു കുഴപ്പമില്ല. ശാലിനി ചോദിക്കുന്നതിലും കാര്യമില്ലേ അച്ഛ? ഈ സമയത്ത് അമ്മ ഇവിടെ വേണ്ടേ? അമ്മ എവിടെയാണെന്ന് അറിയാൻ ഞങ്ങൾക്കും അവകാശമില്ലേ? അവകാശത്തിന്റെ കാര്യം എന്നെ കൊണ്ട് പറയിക്കണ്ട. എത്ര പ്രാവശ്യം നീയൊക്കെ ശാരദ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന് വേണ്ടി അവളെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതൊന്നും ആരും അറിഞ്ഞില്ല എന്ന് കരുതണ്ട. ഓഹോ, അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ അമ്മയെ കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ട് അച്ഛൻ അമ്മയെ രക്ഷിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണോ? അതെ, സ്വത്തിന്റെ കാര്യം പറഞ്ഞത് ഞാനാ. കാരണം ആ വീട്ടിൽ നിൽക്കുന്നതും വീടും സ്ഥലവും ഇല്ലാത്തതും എനിക്കും വല്യച്ചിക്കുവാ. ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ടല്ലോ. ഇല്ലാത്ത ഞങ്ങൾക്ക് ആ വീടും പറമ്പ് എഴുതി തരാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇതുകൊണ്ടൊക്കെ തന്നെയാ ആ വീട്ടിൽ ഞാൻ ഇറങ്ങി പോകാൻ പോയത്. ഒരാളെയും വേണ്ടെന്ന് വെച്ച് പോയാ മതിയായിരുന്നു ഒന്ന് പുറത്തു പോവുക. നമസ്കാരം മാഡം. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു പക്ഷേ ഇൻക്യുബേറ്ററില. പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ഡോക്ടർ. എന്റെ മോളുടെ കാര്യം വളരെയധികം ഗൗരവത്തോടെ തന്നെയാ നോക്കുന്നത്. പിന്നെ പറഞ്ഞിരുന്നതുമാണല്ലോ. കുഞ്ഞിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും ഞാൻ നൽകിയിരുന്നതുമല്ല. പിന്നെ ഇതുവരെ എത്തിയത് ആരൊക്കെയോ ദൈവത്തെ വിളിച്ച കടാക്ഷം കൊണ്ടെന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഇതെത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളതിന് യാതൊരു പ്രതീക്ഷയില്ല. 48 മണിക്കൂർ കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റൂ. പ്രാർത്ഥിക്കുക. എന്തൊക്കെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആയുസ് പോകാതെ നോക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടിപ്പോ ചെയ്യുന്നുണ്ട്. ഈശ്വരനെ വിളിക്കുക. ഞങ്ങൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ.